Hi students, welcome to Civil TIPS-PSC. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, പൊതുവെ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഡെപ്തായിട്ടൊന്നും ടോപ്പിക്കിനെടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് നമ്മൾ നോക്കി പോകുന്ന ഡെഫിനിഷൻസും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സിനൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എക്സാം പൊതുവെ ഈസി ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്നാൽ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എസ്റ്റിമേറ്റ് ടു നോ ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. ഏതാണ്? ഓപ്ഷനിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ട്, കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഉണ്ട്. ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. The next question, for public halls, cinema halls or library building etc. dash is more accurate. ഓക്കെ, നമ്മൾ പബ്ലിക് ഹാൾസ്, സിനിമ ഹാൾസ് എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എസ്റ്റിമേറ്റ്? ഓപ്ഷനിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഉണ്ട്, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് സപ്ലൈയിങ് ആൻഡ് സ്റ്റേക്കിംഗ് സ്റ്റോൺ അഗ്രിഗേറ്റ് 50 mm നോമിനൽ സൈസ് എങ്ങനെയാണ്? നമുക്കത് എങ്ങനെയാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ക്യൂബിക് മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഫോർ RCC ഫ്ലോറിംഗ് ഈസ്. ഓക്കെ, RCC ഫ്ലോറിൻ്റെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, 6 to 8 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഡെസിഗ്നേഷൻ D2 in mm എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 700/500/15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് A0 പേപ്പർ ഈസ് നിയറസ്റ്റ്. ഏതാണ്? A0 പേപ്പറിൻ്റെ ഏരിയ വരുന്നത് ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറേ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡ്രോയിങ് ബോർഡ് ഈസ് മെയ്ഡ് ഓഫ് നാരോ സ്ട്രിപ്പ് ജോയിൻഡ് ടുഗദർ ബൈ ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻഡ്. ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, പ്രിവെൻറ്റ് വാപ്പിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലയൺ ഹെച്ച് ചെയിൻ തിൻ തിക്ക് ആൻഡ് എൻഡ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഡയറക്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, കട്ടിംഗ് പ്ലെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, കോർട്ട് യാർഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊസീജിയർ ഓഫ് വാല്യൂവിങ് ആൻ ഐറ്റം ഓൺ ദ ബേസിക് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ലേബർ യൂസ്ഡ് ആക്ച്വലി ഈസ് നോൺ എസ്. ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്, ഡേ വർക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സിലബസിൽ ഓരോ ടോപ്പിക്കും എത്ര മാർക്ക് കൊടുത്തിട്ടുള്ളത് അനുസരിച്ച് തന്നെയാണ് ഈ ഒരു എക്സാമും അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും സിലബസ്, ഇനി വരുന്ന എക്സാമുകളിൽ മാക്സിമം എല്ലാവരും സിലബസ് കവർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് പോർഷനും കൂടെ റിലേറ്റ് ചെയ്ത് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർമെൻറ്റ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ഈസ് ടേക്കൺ ഇൻ ഡാഷ് സ്റ്റാറ്റിക് തിക്നെസ്. ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, മീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് വാഷിംഗ് ഏരിയ ഷോഡ് ബി വർക്ക്ഡ് ഔട്ട് ടു ദ നിയറസ്റ്റ്. ഏതാണ്? വർക്ക്ഡ് ഔട്ട് ടു ദ നിയറസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, 0.01 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. ഏതാണ്? ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സർക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14,
irregular curve neither circle nor circular arc are drawn by using ഏതാണ് ഇതൊക്കെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഫ്രഞ്ച് കർവാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 എ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് എനി ടു പാർട്സ് ഓൺ എ കോണിക് ഇൻ എ പരാബോള ഈസ് നോൺ as ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് കോഡാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഗോത്തിക് ലെറ്ററിംഗ് ദ തിക്നെസ് ഓഫ് സ്റ്റെം വേരി ഫ്രം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ 1/5 to 1/10 ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എമൗണ്ട് പെയ്ഡ് എവറി ഇയർ ടുവേഴ്സ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി ഈസ് നോൺ as ഏതാണടാ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആനുവിറ്റി ആണ് ഓക്കെ ആ ഒരു ഡെഫിനിഷൻ തന്നെ അതേപോലെ ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ബുക്ക് വാല്യൂ റെപ്രസെൻറ്റ് ഓക്കെ ബുക്ക് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്തത് എന്താണിടാ ഓപ്ഷൻ എ ആണ് ആനുവൽ വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ എമൗണ്ട് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ബൈ ദ കോൺട്രാക്ടർ വിത്ത് ടെൻഡർ ഡോക്യുമെൻറ്റ് as a guarantee to the ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ഗ്യാരൻറ്റി ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ EMD എന്ന് നമുക്ക് പറയാം ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജ് ഏരിയ ലേയിങ് ബിറ്റ്വീൻ ടു മെയിൻ ഫ്ലോർ ഈസ് നോൺ as ഏതാണ് ഇവിടെയും ആ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ലോഫ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സബ്സ്റ്റൻസ് വിച്ച് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിൻറ് ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ ഈസ് കോൾഡ് ഏതാണടാ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വെഹിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ഈസ് നോൺ as ഏതാണ് കോപ്പറും ടിന്നും ഏതിൻ്റെ അലോയ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഓപ്ഷൻ എ ആണ് ബ്രോൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് that increase the flow ability and reduce water cement ratio of concrete ഏതാണടാ ആൻസർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ അവോയ്ഡ് ദ യൂസ് ഓഫ് സീ സാൻഡ് ഫോർ എൻജിനീയറിംഗ് വർക്ക് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ നമുക്കറിയാം എഫ്ലോറസൻസ് ആണ് സോ കേസസ് ഡാമ്പിനസ് ആൻഡ് എഫ്ലോറസൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആർട്ട് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റോൺ ഫ്രം ദ റോക്ക് ബെഡ് ഈസ് കാൾഡ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി കോറിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ കോറിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വെൻ സോപ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 24 hours എന്നൊക്കെ പറയുന്നുണ്ട് ആൻസർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 22% ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ Then next question, the process which expels entrapped air from freshly placed concrete and packs the aggregate particles together and increase the density of concrete. ഏതാണടാ ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും പ്രോസസ് ഓഫ് വിച്ച് എക്സ്പെൽസ് entrapped air from freshly placed concrete എന്ന് പറയുന്നുണ്ട് സോ ആൻസർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ ഓപ്ഷൻ സി ആണ് കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് okay then next question the timber which is fully or partially covered with resin and then cooled at a temperature of about 150 to 160 degrees Celsius എന്ന് പറയുന്നുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇംപെർഗൻ ടിമ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് then next question a term which is used to indicate substances that are able to resist a high temperature ഏതാണടാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് റിഫ്രാക്ടറീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോർട്ടാർക്ക് ഹാവിൻ ബൾക്ക് ഡെൻസിറ്റി ഓഫ് 15 km/mm³ എന്നാണ് പറയുന്നത് ഓർ മോർ ആർ നോൺ as ഏതാണ് ഇവിടെ കറക്റ്റ് ആക്ച്വലി യൂണിറ്റ് വരുന്നത് എത്രയുണ്ട kN/m³ ആണല്ലേ kN/m³ ആണ് ആൻസർ കറക്റ്റ് യൂണിറ്റ് വരുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യനുള്ള മിസ്റ്റേക്കാണ് ഇവിടെ ആൻസർ വരുന്നത് ഏതാണോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഹെവി മോട്ടാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ലൈം കണ്ടെയ്നിങ് മോർ ദാൻ 30% ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ക്ലേ ഈസ് കാൾഡ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. പുവർ ലൈംസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ ബേണിംഗ് സോൺ വൈൽ മാനുഫാക്ചർ ഓഫ് സിമൻറ്റ്? സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ടെമ്പറേച്ചർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോഫർ ഡാം ഇൻ കൺസ്ട്രക്ഷൻ? ഏതാണ് കോഫർ ഡാം? ഓപ്ഷൻ വൈസ് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ്. ടു പ്രിവെൻറ്റ് വാട്ടർ എൻറ്ററിങ് ദ കൺസ്ട്രക്ഷൻ ഏരിയ. നമ്മൾ ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയയിൽ വാട്ടർ വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു കോഫർ ഡാം നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ച് ഈസ് നോൺ ആസ് ഏതാണ്? എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ച് ഏതാണ്? അബട്ട്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോവർ ഹാഫ് ഓഫ് ആർച്ച് ബിറ്റ്വീൻ ദ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഹോഞ്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അപ്പെക്സ് ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് നോൺ ആസ് ഏതാണ്? അപ്പെക്സ് ലൈൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. റിഡ്ജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വാൾ ഇൻ സിംഗിൾ സ്കഫോൾഡിംഗ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ലെഡ്ജേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് ഏതാണ്? വെർട്ടിക്കൽ മെമ്പർ ആണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ കാസ്റ്റിംഗ് ദ ഫോം വർക്ക് ഓഫ് ബീംസ് ഓഫ് ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഏതാണ്? ബീംസ് ഓഫ് ഇറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 7 days ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് ഈക്വൽ ടു ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അൾട്ടിമേറ്റ് ബിയറിംഗ് പവർ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഓക്കെ, അൾട്ടിമേറ്റ് ബിയറിംഗ് പവർ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ക്ലിയർ കവർ ഫോർ കോളം ഷുഡ് ബി എത്രയാണ്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 40 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ജോയിനിങ് സ്റ്റീൽ കമ്പോണൻറ്റ് ബൈ മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിങ് ദം ടുഗദർ ഈസ് കോൾഡ് ഏതാണ്? നമുക്കത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വെൽഡിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ യു ഷേപ്ഡ് ഹുക്ക് ദ അഡീഷണൽ ലെന്ത് റിക്വയർഡ് ഫോർ 1 ഹുക്ക് ഈസ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 9D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് ത്രെഡ് ബിയോണ്ട് ദ ഫേസ് ഓഫ് റൈസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോസിംഗ് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിച്ച് ഓഫ് സ്റ്റെയർ ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 40 ഡിഗ്രി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് വെയിറ്റ് ഓഫ് 25 mm ഡയമീറ്റർ ഓഫ് ബാർ ഏതാണ്? 25 mm ഡയമീറ്റർ ബാറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 3.85 kg/m ആണ്. ഇത് നമുക്ക് വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വച്ചിരുന്നാൽ അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സമയം നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്ട? d²/. ഓക്കെ, d² 162 ആണ് ഇവിടുത്തെ ഫോർമുല. നമ്മൾ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് സ്കഫോൾഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ പെയിൻറ്റിംഗ് ഇൻ ഹൈ റൈസ് ബിൽഡിംഗ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് എ ഫിനിഷ്ഡ് ഓപ്പണിംഗ് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഈസ് നോൺ ആസ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ജാമ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫ്രോഗ് ഇൻ ബ്രിക്ക് ഏതാണ്? ഫ്രോഗിൻ്റെ പ്രൈമറി പർപ്പസ് ഏതാണടാ? ആൻസർ ഓപ്ഷൻ സി ആണ്. ടു ഇംപ്രൂവ് ബോണ്ടിങ് വിത്ത് മോർട്ടാർ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിംഗ് ദ റൂഫ് കവറിംഗ് ഏതാണ്? ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. റാസ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വേലി ഇൻ എ സ്ലോപ്പിംഗ് റൂഫ് ഏതാണ്? വേലി എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ദ പോയിന്റ് വെയർ 2 സ്ലോപ്പിംഗ് റൂഫ് മീറ്റ് ഫ്രം ആൻ ഇന്റേണൽ ആംഗിൾ. ഓക്കെ, ഇന്റേണൽ ആംഗിളിനെയാണ് നമ്മൾ വേലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ഈസ് കൺസിഡേർഡ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ? ഏതാണ്? നമുക്ക് ഈ ഒരു ഓപ്ഷൻ വൈസിന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാംബൂ ഫ്ലോറിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് വുഡൻ ഫ്ലോറിംഗ്? ഏതാണ്? വുഡൻ ഫ്ലോറിങ്ങിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹൈ കോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫേസ് വിത്ത് ദ ഗ്രൗണ്ട് സർഫേസ് ഈസ് നോൺ എസ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. കോണ്ടൂർ ലൈൻ ആണ്. ഓക്കെ, കോണ്ടൂർ ലൈൻ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് യൂസിങ് സ്ക്വയേഴ്സ്, ദ സൈഡ്സ് ഓഫ് സ്ക്വയർ വേരീസ് ഫ്രം? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 5 to 20 മീറ്റർ. ഓക്കെ, 5 to 20 മീറ്റർ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ ആംഗിൾ വിച്ച് എ സർവേ ലൈൻ മേക്സ് വിത്ത് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രിസീഡിങ് ലൈൻ? ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ യൂസിങ് ടോട്ടർ സ്റ്റേഷൻ, ഓക്കെ, ക്വിക്ക് സെറ്റിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദ ട്രൈപോഡ് ബൈ യൂസിങ്? ഏതാണ്? നമ്മൾ ടോട്ടർ സ്റ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വിക്ക് സെറ്റിംഗ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലേസർ പ്ലമറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നീറ്റ് ഹാൻഡ് സ്കെച്ച് ഓഫ് ദ ഏരിയ വിച്ച് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിങ് റെക്കഗ്നൈസൻസ് സർവേ? ഏതാണ്? റെക്കഗ്നൈസൻസ് സർവേ ഈസ് നോൺ എസ്? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻഡെക്സ് സ്കെച്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോമ്പസ് സർവേയിങ് ടു ഒബ്റ്റെയിൻ റിലേറ്റീവ് ക്ലോസിംഗ് എറർ ദ ഫോളോവിങ് ഫോർമുല? ഏത് ഫോർമുലയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസിംഗ് എറർ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എമൗണ്ട് ഓഫ് ക്ലോസിംഗ് എറർ ബൈ പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ quantity of filling given the ground level on 5.20 and formation level on 6.50 എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ സിമ്പിൾ കണക്കാണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1.30 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റെയിൽവേ കർവ് ദ യൂണിറ്റ് കോഡ് ആർ ജനറലി ടേക്കൺ ബിറ്റ്വീൻ? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 20 and 30 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then next question, the DGPS technique is based on using at least a dash GPS receiver. Okay, DGPS നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര GPS റിസീവർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, the magnetic bearing of a line AB is south 30 degree 15 minute west. Find the true bearing if the declination is 10 degree 50 minute east എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഇത് സിമ്പിൾ കണക്കാണ്. ആൻസർ ഏതാണടാ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. സൗത്ത്. ഓക്കെ, സി ഇവിടെ ഓപ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. ഓപ്ഷൻ സി ആണ്. സൗത്ത് 40 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, സൗത്ത് 40 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ട്രൂ ബിയറിംഗ് കാണാനായിട്ട് മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. മാഗ്നറ്റിക് ബിയറിംഗ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. സൗത്ത് 30 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഡീക്ലിനേഷനും ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ബിയറിങ്ങിനെ നമ്മൾ ആദ്യം ഏതാക്കുക? ഹോൾ സർക്കിൾ ബിയറിങ്ങിലോട്ട് ആക്കുക. ഓക്കെ, ദെൻ എന്നിട്ട് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സൗത്ത് 40 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, സൗത്ത് 40 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ടാൻജന്റ് ലൈൻ ഈസ് നോൺ എസ്? ഏതാണടാ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഡിപ്പ് ഓഫ് ദ ഹൊറൈസൺ. ഓക്കെ, ഡിപ്പ് ഓഫ് ദ ഹൊറൈസൺ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇവിടെ ഞാൻ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് മാറിപ്പോയതാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡിപ്പ് ഓഫ് ദ ഹൊറൈസൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പ്ലോട്ടിംഗ് ഓഫ് പ്രൊഫൈൽ വെർട്ടിക്കൽ സ്കെയിൽ ഈസ് ബേസ് ടൈംസ് ദ ഹൊറിസോണ്ടൽ സ്കെയിൽ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ? ഏതാണ് പ്ലെയിൻ ടേബിളിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്? ഓപ്ഷൻ എ ആണ്. പാരലിസം ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ലൈൻ ലൈയിങ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് നോൺ എസ്? ഏതാണടാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഹൊറിസോണ്ടൽ ലൈൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിഗ്നോസ് റെയിൽ ഈസ് ആൾസോ നോൺ as ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഫ്ലാറ്റ് ഫൂട്ട് ട്രെയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിൽ ചെയർ ആർ മെയിൻലി യൂസ്ഡ് ടു ഫിക്സ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ബുൾ ഹെഡഡ് ട്രെയിൽ ആൻഡ് ഡബിൾ ഹെഡഡ് ട്രെയിൽ ഓൺ സ്ലീപ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the heading up of the water above its normal level while passing under the bridge is known as. ഏതാണടാ? നമുക്കറിയാം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി അഫ്ലക്സ് ആണ്. ഇവിടെയും അവർ ABC ഇട്ടപ്പോൾ മാറിയതാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി അഫ്ലക്സ് ആണ്. അഫ്ലക്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ വുഡൻ സ്ലീപ്പർ ഫോർ എ ബ്രോഡ് ഗേജ് ട്രാക്ക്. ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 275/25/13 സെൻറ്റിമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ടു ഇമ്പൗണ്ട് വാട്ടർ ടു ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് എക്സസ് സപ്ലൈ ഇൻ ദ റിവർ. ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റോറേജ് ഡാമാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, based on the function of canal, the canal has been classified into. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇറിഗേഷൻ കനാൽ, പവർ കനാൽ, നേവിഗേഷൻ കനാൽ, ലിങ്ക് കനാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലസ്റ്റ് സൈസ് യൂസ്ഡ് ഫോർ വുഡൻ സ്ലീപ്പർ ട്രാക്ക് ഷുഡ് ബി. ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 50 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് ത്രൂ ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ദ ഫ്ലോറിംഗ് ഓഫ് ദ ബ്രിഡ്ജ് വിച്ച് ക്യാരീസ് ദ ട്രാഫിക് ഈസ് സപ്പോർട്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ മെയിൻ ലിറ്റർ ഓഫ് ബ്രിഡ്ജ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then next question, the area in which crop can be grown satisfactorily. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. കൾച്ചറബിൾ കമാൻഡ് ഏരിയ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അണ്ടർ സ്നൂയിസ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct in case of ഗെയ്ഡ് ഓർ ചാനലൈസിങ് ഐസ്ലാൻഡ് എന്നാണ് പറയുന്നത്. ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എർത്തേൺ റോഡ് ദ ക്യാമ്പർ ഷുഡ് ബി. ഏതാണടാ? ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് 1/25. ഓക്കെ, 1/25 to 1/33 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 1/25 to 1/33 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ക്യൂബിക്സ് ഡേയ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി ബീൻ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ടൈം ഫാക്ട് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജ് പൈപ്പ് ഫോർ ക്യാരിയിങ് വാട്ടർ അണ്ടർ പ്രഷർ ഫ്രം സ്റ്റോറേജ് റിസർവോയർ ടു ടർബൈൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. പെൻസ്റ്റോക്ക് പൈപ്പാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഗ്രീസ് ഇൻ ഈക്വൽ ടു 1 റേഡിയൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 180 ഡിഗ്രി ബൈ പൈ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെയിനിൻ്റെ യൂണിറ്റ് ഏതാണ്? സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഐഡിയൽ മെഷീൻ. ഓക്കെ, ഐഡിയൽ മെഷീൻ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ chamber along the sewer line to admit clear rain water into the combined sewer. ഏതാണടാ? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. KH ബേസിൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BOD സ്റ്റാൻഡ്സ് ഫോർ. ഏതാണ്? BODയുടെ ഫുൾ ഫോം എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഓക്കെ, BODയും അതുപോലെ തന്നെ CODയും ഉണ്ട്. ഇവിടെ BODയിലാണ് ചോദിച്ചിരിക്കുന്നത്. BODയുടെ ആൻസർ വരുന്നത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീസ് ആർ സ്മാൾ സൈസ്ഡ് സ്ക്രൂ ഡൗൺ ടൈപ്സ് ഓഫ് സ്ലൂയിസ് വാൾവ് ഇൻസ്റ്റാൾഡ് ഇൻ സർവീസ് കണക്ഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റോപ്പ് കുക്സ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹൗ മെനി മില്ലിമീറ്റർ ആർ ദെയർ ഇൻ 1 ഇഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, 25.4 mm ആണ് ആൻസർ വരുന്നത്. അതൊക്കെ ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ഈസ് കാൾഡ്. ഏതാണടാ? ഓപ്ഷൻ എ ആണ്, എനർജി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 625 mm സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. ഏതാണ്? സിമ്പിളാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 25 mm ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് എൻഡ് ഓഫ് ദ പൈപ്പ് ആർ പ്ലെയിൻ ഓർ സ്പൈക്കോട്ട് ദ ജോയിൻറ്റ് ഈസ് യൂസ്ഡ്. ഏതാണടാ? ആൻസർ ഓപ്ഷൻ എ ആണ്, മെക്കാനിക്കൽ ജോയിൻ്റ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രെയിനേജ് പൈപ്പ് ദാറ്റ് കാരീസ് ലിക്വിഡ് വേസ്റ്റ് കണ്ടെയ്നിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഓക്കെ, കണ്ടെയ്നിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സോയിൽ പൈപ്പാണ് ആൻസർ വരുന്നത്. Then next question, the water treatment in which very fine colloidal and suspended particles and microorganisms are removed. എങ്ങനെയാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഫിൽട്രേഷൻ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോ കേഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ നമ്മുടെ ഓട്ടോ കേഡിൽ നിന്ന് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് സാധാരണ എക്സാമുകളിൽ. പക്ഷേ ഇപ്പോൾ ഇന്ന് നടന്ന ഈ ഒരു എക്സാമിൽ വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് ഇപ്പോൾ ഒരിക്കലെങ്കിലും ഓട്ടോ കേഡ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. കമാൻഡ് ഫോർ സേവിങ് കറണ്ട് ഡോക്യുമെൻ്റ് ഫയൽ. ഏതാണ്ടോ നമ്മളൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ Ctrl+S ആണ്. സോ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, Ctrl+S ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ഫോർ പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ് കമാൻഡ്. ഏതാണ്? പോളാർ ട്രാക്കിംഗ് നമ്മൾ ഓൺ ഓഫും ചെയ്യാൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, F10 ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഫയൽ ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ടു റിവ്യൂ 2D ഡ്രോയിങ് ഇൻ 3D പ്രോഗ്രാം. ഏതാണടാ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, DWG ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് എ ഡ്രോയിങ് സ്ക്രീൻ ടു A4 സൈസ്. ഏതാണടാ? A4 സൈസിലോട്ട് ആക്കാൻ നമ്മൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MV സെറ്റപ്പ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കമാൻഡ് ടു ദ ഫസ്റ്റ് ഐക്കൺ ഇൻ ദ ഡ്രോപ്പ് പാനൽ. ഏതാണ്? ഡ്രോപ്പ് പാനലിലുള്ള ഫസ്റ്റ് ഐക്കൺ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലയൻ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ലയൻ ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത്. ഏതാണ്ട് ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള കമാൻഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എക്സ് ലയൻ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ മോഡിഫയിങ് കമാൻഡ്. ഓക്കെ, മോഡിഫയിങ് കമാൻഡ് ആണ്, നമുക്ക് ആ ഓപ്ഷൻ വാല്യൂബിൾ തന്നെ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റൊട്ടേറ്റ് ആണ് ആൻസർ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ 3D വ്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വി പോർട്ട് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു എക്സാമിനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും അവരുടെ ആൻസറും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ തുടരുക. നമ്മുടെ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക്